ഹലോ, എല്ലാവർക്കും ഷെമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞ് കുറച്ച് താമസിച്ചിട്ടുണ്ട് ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. കഴിയുന്നതും പെട്ടെന്ന് ഇടാൻ നോക്കുന്നുണ്ട്, എന്നാലും കുറച്ചൊന്ന് വൈകി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരം ഓർഡർ വരുന്ന ഒരു സോപ്പാണ്. കാരണം എൻ്റെ ഒരു കസ്റ്റമർക്ക് ഓയിലി സ്കിന്നാണ്. അവർക്ക് ഈ ഒരു സോപ്പ് അല്ലാതെ മറ്റെന്ത് സാധനങ്ങൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാലും ആ പോയ ഓയിലി ആ ഒരു സ്കിന്ന് വീണ്ടും അതുപോലെ തന്നെ വരികയും ആ കുരുക്കൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് സോപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് മുഖത്തിൻ്റെ കുരുക്കൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സോപ്പ്, മഞ്ഞളുടെ ഒരു സോപ്പ് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഫുൾ റിസൾട്ട് കിട്ടിയതോടെ പിന്നെ ഈ ഒരു സോപ്പേ അവർ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം സോപ്പ് ബേസാണ്. സൾഫർ പാരബൻ ഫ്രീ ആയിട്ട് വരുന്ന പ്രീമിയം ക്വാളിറ്റിയുടെ ഒരു 500 ഗ്രാം സോപ്പ് ബേസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, മെഷർമെൻറ്റ് കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. 500 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഡബിൾ ബോയിൽ മെത്തേഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് ഇതേപോലെ ഈ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബിഗിനേഴ്സ് ആയവർക്ക് വേണ്ടി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് എല്ലാ വീഡിയോയിലും ഇതെടുത്ത് തന്നെ പറയുന്നത്. നിങ്ങൾ സോപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് വലിയ പീസാക്കി ഇടരുത്. ചെറിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാലും കുറച്ച് സ്ലോ ആയിട്ടാണ് മെൽറ്റായി കിട്ടുക. കാരണം ചില ബേസുകളൊക്കെ വെച്ച പാടെ തന്നെ പെട്ടെന്ന് ചൂട് വരുമ്പോഴേ അലിഞ്ഞ് കിട്ടും. ഇതങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അലിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക, അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മുടെ വെള്ളം ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് വെച്ച് നമുക്ക് നല്ലപോലെ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപാട് ലോങ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു തീരുന്നത്. അപ്പം നമ്മുടെ ഡബിൾ ബോയിൽ മെത്തേഡിന് വേണ്ടി നമ്മുടെ ബേസ് വെച്ചിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബൗളിലേക്ക് 25 ഗ്രാം പ്യുറായ അലോവേര ജെല്ലാണ്. എല്ലാവർക്കും അലോവേര ജെല്ല് പറ്റുമെന്ന് പറയത്തില്ല. കാരണം ചില ഓയിലി സ്കിന്നുകാർക്ക് അലോവേര അലർജി ആയിരിക്കും. അപ്പം ഈ ഒരു കസ്റ്റമർക്ക് അലോവേരയോ റോസ് വാട്ടറോ ഒന്നും ഒരു അലർജിയും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അലോവേര എടുത്ത് അതിലേക്ക് ഒരു 15 ഗ്രാം 20 ഗ്രാമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്ത് റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. 25 നമ്മൾ അലോവേര ജെല്ലെടുത്ത്. ബാക്കി ഇപ്പം 48 വരെ വരുമ്പോൾ 23 ഗ്രാം കൂട്ടാം. 23 ഗ്രാമോളം നമ്മൾ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഗ്രാമിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. നല്ല പച്ചമഞ്ഞൾ പുഴുങ്ങാതെ, എന്ന് വെച്ചാൽ പച്ചമഞ്ഞൾ അതേപോലെ തന്നെ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചതാണിത്. പുഴുങ്ങി അതിൻ്റെ സത്ത് കളഞ്ഞിട്ടല്ല എടുത്തിരിക്കുന്നത്. പച്ചമഞ്ഞൾ അതേപോലെ തന്നെ ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു 10 കിലോയ്ക്ക് അടുത്ത് നമ്മൾ ഉണക്കിയപ്പോൾ വെറും 5-6 കിലോയ്ക്ക് അടുത്തുള്ള പൊടിയാണ് നമുക്ക് കിട്ടിയത്. കാരണം ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ചുരുങ്ങി പോവും. അപ്പം അങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒറിജിനൽ മഞ്ഞൾപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റോസ് വാട്ടറും അലോവേര ജെല്ലും നമ്മുടെ മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരണം. ഈ ജെല്ല് പെട്ടെന്ന് നമ്മളിങ്ങനെ ജെല്ലിനകത്തേക്ക് ഇതൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ സമയത്ത് ജെല്ല് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഇളക്കുക. നന്നായിട്ട് ഇളക്കി ഇതൊരു ക്രീം പരുവം പോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോപ്പിൻ്റെ ബേസിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ മെൽറ്റാക്കി എടുക്കാൻ പറ്റും. ശേഷം ക്രീം പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കൂട്ട്. ഇനി നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായോ എന്ന് നോക്കാം. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ആ കട്ടയായിട്ട് കിടക്കാത്ത രീതിയിൽ നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് ഇതിനെ മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മഞ്ഞൾപ്പൊടി സോപ്പ് ബേസിലേക്ക് ഇടുമ്പോഴത്തേക്ക് ചുവപ്പ് കളറായി പോകുന്നത് എന്താ കാരണം എന്നൊക്കെ. അത് മഞ്ഞൾപ്പൊടി നന്നായിട്ട് നമ്മൾ മഞ്ഞൾ വാങ്ങി പൊടിച്ച് സോപ്പ് ഉണ്ടാക്കാൻ നോക്കുക. കഴിയതും പാക്കറ്റ് പൊടികൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇടുക. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോകും. ഇപ്പം നമ്മൾ ഒരു 10 തുള്ളിക്കുള്ളിലാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്തത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ഫ്രാഗ്രൻസുകൾ കോരി ഒഴിക്കരുത്. മണം അത്യാവശ്യത്തിന് വേണം, എന്നാലും ഓവർ ആവരുത്. കാരണം നമ്മുടെ സ്കിന്നിനെ അത് വല്ലാണ്ട് ബാധിക്കും.
അപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. ഇത് നിറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മോൾഡിൽ 100 ഗ്രാമിൻ്റെ സോപ്പ് കറക്റ്റ് കിട്ടും. ഞാൻ പക്ഷേ നല്ല നിറച്ച് ഒഴിക്കുന്നില്ല, കാരണം നമുക്കൊരു 6 സോപ്പ് എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല അടിപൊളി ഒരു മോൾഡാണ് കേട്ടോ. നമ്മുടെ ഡോവ് സോപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മോൾഡാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ടാവും ഇത് സെറ്റായി കഴിയുമ്പോൾ ഇത് ഈ സോപ്പ് കാണാൻ. അപ്പോൾ ഏകദേശം ഒഴിച്ച് വെച്ച് ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് സെറ്റായതിനു ശേഷം എടുത്ത് നോക്കാം. അപ്പോൾ മോൾഡിലേന്ന് ഈ ഒരു സോപ്പ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. 3 മണിക്കൂറായി ഏകദേശം. നോക്കിയാട്ടെ, നല്ല ഭംഗിയില്ലേ, അടിപൊളിയായിട്ടിരിക്കുന്നു. ഒരു മുട്ടയൊക്കെ പകുതിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഷേപ്പിലുണ്ട് ഇത്. അടിപൊളിയായിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ സോപ്പ് ഇങ്ങനെ കാണാനും ഒക്കെ. അപ്പോൾ ഏകദേശം ഞാൻ ഓരോന്നിൻ്റെ വെയിറ്റും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. 99 ഉണ്ട്, 98 ഉണ്ട്, 102 ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറച്ചൊഴിച്ച് നമുക്കൊരു കറക്റ്റ് ഒരു ഇതിലല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 105, 97, 94. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഏകദേശം 500 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ട് ഉണ്ടാക്കിയ സോപ്പാണ്. ഒരു 6 സോപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് നിങ്ങൾ പരീക്ഷിക്കുന്ന പലതരം സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ടാവും. എന്നാലും ഇങ്ങനെ ഒരു സോപ്പും കൂടെ ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങളുടെ മുഖത്തെ മുഖക്കുരുവും അതുപോലെ പാടുകളും ഒക്കെ മാറി, ഓയിലിയൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ നമ്മുടെ ഈ സ്കിന്നിന് ഏറ്റവും നല്ലൊരു സോപ്പാണിത്. ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓയിലി സ്കിന്ന് മാറാനും അതുപോലെ മുഖക്കുരുകൾ മാറാനും ഒക്കെ എന്ത് ചെയ്യും, ഏത് സോപ്പാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരു സോപ്പ് തന്നെ പറ്റത്തില്ല. അപ്പോൾ പലതരം സോപ്പുകളാണ് പല സ്കിന്നുകാർക്കും പറ്റുക. ഓയിലി സ്കിന്നിൽ തന്നെ പലതരം സോപ്പുകളായിരിക്കും പിടിക്കുക. അപ്പോൾ അതെല്ലാം ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സോപ്പും കൂടെ ചെയ്ത് നിങ്ങൾ നോക്ക്. ഇത് റിസൾട്ട് കിട്ടിയ സോപ്പാണ്. നമ്മളിപ്പോൾ സ്ഥിരം കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സോപ്പാണ് ഇത്. അത് അവർ ഓർഡർ തരുന്നതിനനുസരിച്ച് ഒരു 5 അല്ല 3 അങ്ങനെയൊക്കെയുള്ള 10 സോപ്പൊക്കെ ഒരുമിച്ചെടുത്ത് അത് തീരുന്നതിനനുസരിച്ച് അവർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു സോപ്പാണ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞാൻ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.